ഈ ആദിവാസികൾ നേരിടുന്ന വേറെ ഒരു വലിയ പ്രശ്നമായി സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളുമൊക്കെയാണ്. അവിവാഹിതരായ അമ്മമാരുടെ എണ്ണം കൂടുന്നതായിട്ട് പല മാധ്യമ വാർത്തകൾ. അത് എത്രത്തോളം സത്യമാണ്? അതോ മാധ്യമങ്ങൾ അത് ഊതിപ്പെരിപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു അഭിപ്രായവുമുണ്ട്. ശരിക്കും അങ്ങനെ ഈവൻ സെക്സ് റാക്കറ്റ് മൈസൂർ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് അടിമപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ആദിവാസി പെൺകുട്ടികളുണ്ടെന്ന് ഇങ്ങനെയൊക്കെ ചില വാർത്തകളുണ്ട്. എത്രത്തോളം സത്യമാണ്? അത് അത്രയും ഭീകരമാണോ സിറ്റുവേഷൻ കേരളത്തിലെ? ഒരു 75% സത്യമാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയേറെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, എന്നാലും ഞാൻ പറഞ്ഞ CM ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തപ്പോൾ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണ്, വളരെ സത്യമാണ്. അത്രയേറെ പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ ക്യാബിനറ്റിൽ പ്രഖ്യാപിച്ചത്. കാരണം അവർക്ക് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹനീയമായ ഒരു ജീവിതമാണ്. അവർക്ക് എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ആ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. ശരിക്കും സങ്കടം തോന്നും ദയനീയാവസ്ഥ. കാരണം പ്രത്യേകിച്ചും ആദിവാസി പകുതി ആളുകളും ഉൾനാടൻ ഗ്രാമങ്ങളിലാണ്. നമുക്കവിടെ എല്ലാവർക്കും എത്തിപ്പെടാനോ അങ്ങനെയൊന്നും സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് അവർ ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ 1-2 വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വരുന്നതല്ലാണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. പക്ഷെ അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ വളരെ സങ്കടം തോന്നിയിരുന്നു. അത്രയേറെ അവർ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ശരിക്കും ബോധ്യം അവരുടെ ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ ഒരു തീവ്രത ഇതുവരെ ഒരു പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഉണ്ടാവില്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്. ഈ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾ എപ്പോഴും പുതുമുഖമാണ് ഞാനെന്ന് പറയുന്നുണ്ടെങ്കിൽ അത്ര പുതുമുഖമല്ല. തീർച്ചയായിട്ടും തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ 6 വർഷം പാർട്ടിയുടെ നിരവധി ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഫണ്ട് ഉപയോഗത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് ദേശീയ തലത്തിൽ തന്നെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ആദിവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ക്ഷേമ പദ്ധതികളുടെ കുറവല്ല, ഈ ക്ഷേമ പദ്ധതികളിലുണ്ടാകുന്ന അഴിമതിയാണ് യഥാർത്ഥത്തിൽ ഇത് ലഭിക്കേണ്ടയാൾക്ക് ഇത് ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നുണ്ട്. അതെത്രത്തോളം ശരിയാണ്? അഴിമതി ഇതിനകത്തൊരു വലിയ ഘടകമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം നമ്മളന്ന് പഞ്ചായത്തിലാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിനെ കുറിച്ച് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. പക്ഷെ അന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ഏരിയകൾ പോലും നമ്മളിപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെടും. കാരണം അവരെ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടില്ല. നമ്മളൊരു ആ ഒരു സമൂഹത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് നമ്മളൊരു അങ്ങോട്ട് ചെന്ന് ഓരോരുത്തരെ വീട് കയറി ഇറങ്ങി ഓരോരുത്തരെ നമുക്കിപ്പം അതിൻ്റെ നടപടിക്രമങ്ങളുണ്ടല്ലോ. അതായത് നമുക്കൊരു അക്കൗണ്ട് നേരിട്ട് അവരുടെ ഗുണഭോക്താവിൻ്റെ നേരിൽ അക്കൗണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് സ്വന്തമായി തൊഴിൽ കാർഡ് വേണം, അവരുടെ സ്വന്തമായ അക്കൗണ്ട് വേണം. അതൊരു നല്ല നിയമമാണ്, ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നല്ല നിയമമാണ്. കാരണം അവരുടെ കൈകളിൽ അവർക്ക് പണിയെടുത്താൽ അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ചെക്ക് അങ്ങനെയുള്ള പൈസയല്ലല്ലോ, നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അതൊരു വലിയൊരു കാര്യം, ഗവൺമെൻറ് കൊണ്ടുവന്നൊരു വലിയൊരു കാര്യമാണ്. ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി നേരിട്ട് അവരുടെ കൈകളിൽ എത്തുന്നു എന്നുള്ളത് നമുക്കൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം. പക്ഷേ ഇവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പരമാവധി ശ്രമിച്ചാൽ മാത്രമേ ഇവർ രംഗത്ത് ഒരിക്കലും അവർ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ട് വരില്ല. ഇങ്ങനൊരു സംഭവം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ വരില്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അവരൊരു ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒന്നാമത് ഉദാഹരണമായിട്ട് പറയാം, ചിലപ്പം വീടിൻ്റെ എഗ്രിമെൻറ്റ് വെക്കുന്നതിന് അവർ ആദ്യത്തെ ദിവസം ചെന്ന് വെച്ചോ, എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ആദ്യത്തെ ദിവസം ചെന്ന് അവർക്ക് അഡ്വാൻസ് ഒന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ അവർ നാളെ പോകാൻ ശ്രമിക്കില്ല. കാരണം അവർ ആ രീതിയിലാണ് ചിന്തിച്ചത്. പക്ഷേ ഇപ്പം കുറേയൊക്കെ മാറ്റം, പണ്ട് കാലം അങ്ങനെ ഉണ്ട്, ഇപ്പം കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളൊരു ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരണ്ട നാളെ വാ എന്ന് പറയുമ്പോഴും അവർക്കൊരു പെട്ടെന്ന് പിന്നെ ആ വഴിക്ക് അവർ പോകില്ല. അത് വലിയൊരു പ്രത്യേകതയായിട്ട് ഈ പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തുന്നതിന് ഇതും ഒരു വലിയ ഘടകമാണ് അല്ലേ? അതിൻ്റെ തടസ്സമാണ്. പിന്നെന്താ, വലിയ തടസ്സം തന്നെയാണ്.
പിന്നെ എനിക്ക് അവരെക്കുറിച്ച് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ സമൂഹത്തിൽ വന്ന ആളുകളാണെന്നല്ല, എനിക്കും പല പ്രാവശ്യം ഞാൻ തന്നെ പല പ്രാവശ്യം നിങ്ങളെന്താ ഇങ്ങനെ ചെയ്ത് നമ്മൾ ആ രീതിയിലാണ് അവരോട് ഇടപെടുമ്പോൾ ഒരു ശരിയാവണില്ല. പക്ഷെ പിന്നെ ഞാനൊക്കെ തൊഴിലുറപ്പ് പദ്ധതി, നമ്മളൊരു എന്താ പറയുക, തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള അങ്ങനെ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവരെ ഈ രംഗത്തിൽ, പക്ഷെ അതുകൊണ്ട് മെച്ചമുണ്ട്. കാരണം അവർ എൻ്റെ വാർഡിലെന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളെ ഒരു 100% ആളുകളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് നിരന്തരം ചെന്ന് പറഞ്ഞ് അവരുടെ നിരന്തരം ഈ അവരെ ഇതിലേക്ക് റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ലൊരു പരിശ്രമം നിരന്തരം ബന്ധപ്പെട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് നിരന്തരം ഒരു കാര്യം പല പ്രാവശ്യം പറയുമ്പോൾ അതിൻ്റെതായ ഒരു പക്ഷെ അവരുടെ ഒരു മനോഭാവത്തോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മനോഭാവം ഒരു വലിയ പ്രശ്നമല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായിട്ടാണ് ഇത്തരം ആൾക്കാരോട്, പിന്നോക്കാവസ്ഥയിലുള്ളവരോട് പെരുമാറുന്നതെന്നുള്ള അതും ഒരു ശക്തമായ താക്കീത് എന്നുള്ള നിലയിൽ ഇനിയിപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ കൊടുക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ചെയ്യും ആ ഒരു കാര്യത്തിൽ. കാരണം എന്താണോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓഫീസിൽ ചെന്നാലുള്ളൊരു അവരുടെ ഒരു വിഷമം, അവർ ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മനസ്സ് മടുത്തു, പിന്നെ അവർക്ക് അതിലേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെ പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകും. അങ്ങനെ പിന്നെ അവരോട് ആ രീതിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കർശനമായ നടപടി നമ്മളെടുക്കും. ആദിവാസികൾക്കൊരു ഹെൽപ്പ് ലൈൻ, എന്ത് വിഷയത്തിലും സർക്കാരുമായി അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെടാൻ ഒരു ഹെൽപ്പ് ലൈൻ, അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചുകൂടെ? ഇതുപോലെ നേരിട്ട് ചെല്ലുമ്പോൾ ആരെങ്കിലും ഒന്ന് റിജക്റ്റ് ചെയ്താൽ പിന്നെ ആ വഴിക്ക് പോകാൻ മടിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ സർക്കാരുമായി ഉന്നതങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്താനുള്ള എന്തെങ്കിലും ഒരു ആധുനിക സംവിധാനം അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൂടെ? ഞങ്ങളത് ചർച്ച ചെയ്തൊരു കാര്യമാണ്. നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം അവർക്ക് പിന്നെ ഒരാളുടെ സഹായമില്ലാതെ നേരിട്ട് നമ്മൾ ബന്ധപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഇത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. സാധാരണ ഒരു മിനിസ്റ്ററെ കാണാനൊരു പിന്നെ ഇവരെ കാണാൻ പിന്നെ MLA കാണാനൊക്കെ നമ്മൾ വേറൊരാളോടെന്ന് പറഞ്ഞ് അവരുടെ ഒരു സഹായം മുഖേനയാണ് ചില ആളുകളും എത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഒരിക്കലും നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കില്ല. അവർക്ക് നേരിട്ട് എന്ത് കാര്യങ്ങളും പറയാനുള്ളൊരു അവസരം ഞാൻ കൊടുക്കും. അവർക്ക് എപ്പം ഏത് സമയത്തും നമ്മളെ എന്ത് പ്രശ്നം ഓരോ ഇടനിലക്കാരില്ലാണ്ട് നേരിട്ട് അറിയിക്കാനുള്ളൊരു അവസരം എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നാൽ കഴിയുന്നത് തീർച്ചയായിട്ടും